ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ എം.എൽ.എമാർ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി. സർക്കാർ ഡൽഹിയിൽ അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ്. 3 ദിവസത്തേക്കാണ് സമ്മേളനം നടക്കുക. ഇന്ന് ആദ്യ ദിവസം ഈ നിയുക്ത എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. നിലവിലെ 70 അംഗ സഭയിൽ 48 അംഗങ്ങൾ ബി.ജെ.പി. അംഗങ്ങളാണുള്ളത്. വിജേന്ദർ ഗുപ്തയുടെ പേര് രേഖ ഗുപ്ത മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെ വിജേന്ദർ ഗുപ്തയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ആം ആദ്മി സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ. ഈ CAG റിപ്പോർട്ടുകൾ ഈ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വയ്ക്കാൻ നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതാണ്. 13 റിപ്പോർട്ടുകളാണുള്ളത്. ഈ 13 റിപ്പോർട്ടുകളും നാളെ ഈ സഭയിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊപ്പം തന്നെ ഈ വീട് മോടിപിടിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അടങ്ങിയ CAG റിപ്പോർട്ടുകൾ നാളെ ഈ സഭയിൽ കൊണ്ടുവരുമെന്നാണ് BJP നേതാക്കൾ ഇതിനോടകം തന്നെ പറയുന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.